ഹായ് എവ്രിവൺ. ഇത്തവണ ഞാൻ ദുബായിലെത്തിയപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയോ, ക്വീൻ എലിസബത്ത് ഷിപ്പിൽ താമസിക്കാമെന്ന്. എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും ആണ് കേട്ടോ കൂടെ ഉള്ളത്. അവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. അവർ ദുബായ് തന്നെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നല്ല രസമുള്ള റൂം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈറ്റാനിക്കാണ് ആദ്യം ഓർമ്മ വരിക. ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലതാണല്ലോ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ ഒക്കെയാണ്. ഭയങ്കര രസമായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുറിയാണിത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ മുറിയാട്ടോ എടുത്തത്. ഇവിടെ നിന്ന് കടലൊക്കെ നന്നായിട്ട് കാണും. ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന അതേ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കൊരു നെസ്റ്റോ പഠിക്കും. ഈ ഒരു ടൈറ്റാനിക്കിൻ്റെ നെസ്റ്റോയാണ് മെയിനായിട്ട് വരും കേട്ടോ. അത് ഈ ടൈറ്റാനിക്കിനോട് എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ടല്ലോ നമ്മൾ മലയാളികൾക്കല്ലേ. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ. അവിടെ എല്ലാതരം റൂമുകളും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. പറ്റുന്നവരൊക്കെ ദുബായിൽ ചെല്ലുന്ന സമയത്തൊന്ന് സ്റ്റേ ചെയ്ത് നോക്കുക. അടിപൊളിയാണല്ലോ. നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കുറേ വിഷ്വൽസ് ഓർമ്മ വരും സിനിമയിൽ. എനിക്ക് ആദ്യം അത് തോന്നുന്നു. പിന്നെ അതാ ബെഡിൽ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കിതാ എവിടെ ചെന്നാലും ഏത് ഉഗാണ്ടയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇഡ്ഡലി സാമ്പാർ ദോശ മെയിൻ അല്ലേ, അതാണ് മുഖ്യം. പിന്നെ അവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസും പനീർ മസാലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഡ്ഡലി ആണല്ലോ നമ്മുടെ ഒരു ഫേവറേറ്റ്. പിന്നെ ഞാൻ പുറത്തിറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞാനങ്ങനെ യൂഷ്വലി വീഡിയോ ഒന്നും എടുക്കാത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ മൊബൈൽ അങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാറില്ല. ഇപ്പോഴാണ് ഞാൻ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനിങ്ങനെ എടുക്കുകയാണ്. കുറേ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് വീഡിയോസ് ചെയ്യുമോ, കാണാൻ ഇഷ്ടമാണെന്നൊക്കെ. എന്തായാലും ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. ദുബായിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ്.